കർണാടക മുൻ മന്ത്രി ജനാർദ്ദന റെഡ്ഡി ബിജെപിയിൽ ചേർന്ന് ബംഗളൂരുവിൽ ബിജെപി ആസ്ഥാനത്തെത്തിയാണ് പാർട്ടി അംഗത്വം അദ്ദേഹം വീണ്ടും സ്വീകരിച്ചത്. ജനാർദ്ദന റെഡ്ഡി രൂപീകരിച്ച് KRPP ബിജെപിയിൽ ലയിച്ചു. ഗൗതം അനന്തനാരായൺ ചേരുന്നതോട് കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, വിശദാംശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കർണാടകയിൽ BJPക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കർണാടകയിൽ BJPയുടെ ആസ്ഥാനത്ത് ബംഗളൂരുവിൽ ഇപ്പോൾ വീണ്ടും G. ജനാർദ്ദന റെഡ്ഡി എത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും G. ജനാർദ്ദന റെഡ്ഡി BJPയിലേക്ക് എത്തുന്നത്. അദ്ദേഹം 2022 രൂപീകരിച്ച കല്യാണ രാജ്യ പ്രകൃതിപക്ഷ എന്ന സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ ഇപ്പോൾ BJPയിലേക്ക് ലയിപ്പിച്ചുകൊണ്ടാണ് ഖനി വ്യവസായി കൂടിയായിട്ടുള്ള G. ജനാർദ്ദന റെഡ്ഡി വീണ്ടും BJPയിലേക്ക് തിരിച്ചു വരുന്നത്. നമുക്കറിയാം, G. ജനാർദ്ദന റെഡ്ഡിയും ഒപ്പം മറ്റു രണ്ട് സഹോദരന്മാർ, റെഡ്ഡി ബ്രദേഴ്സ് എന്ന് അറിയപ്പെടുന്ന ഈ റെഡ്ഡി സഹോദരന്മാർ കർണാടകത്തിൽ BJP അധികാരത്തിലെത്തുന്നതിലൊക്കെ വളരെ നിർണായകമായ പങ്ക് വഹിച്ച നേതാക്കന്മാരാണ്. 1999 സുഷമ സ്വരാജ് ബെല്ലാരിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആ ഘട്ടം മുതൽ BJPയുമായി ഈ റെഡ്ഡി സഹോദരന്മാർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഖനി പ്രശ്നങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് ജനാർദ്ദൻ റെഡ്ഡി വീണ്ടും BJPയോട് അകലം പാലിക്കുകയും സ്വന്തമായി പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി കല്യാണ രാജ്യ പ്രകൃതിപക്ഷ എന്ന പേരിൽ ബെല്ലാരി ബെൽറ്റിനെ കൂടുതലായി അടുപ്പിച്ച് നിർത്തുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഇദ്ദേഹം രൂപീകരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാരായിട്ടുള്ള വ്യവസായികൾ കൂടിയുണ്ട്. അതായത് കരുണാകർ റെഡ്ഡിയും അതോടൊപ്പം തന്നെ സോമശേഖർ റെഡ്ഡിയും അവരപ്പോഴും BJPയിൽ തന്നെ തുടരുകയായിരുന്നു. എന്നാൽ ഏറ്റവും മുതിർന്ന മൂത്ത സഹോദരനായിട്ടുള്ള G. ജനാർദ്ദന റെഡ്ഡിയാണ് BJP വിട്ട് കല്യാണ രാജ്യ പ്രകൃതിപക്ഷ എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 46 സ്ഥലങ്ങളിൽ ജനാർദ്ദന റെഡ്ഡി സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഒരിടത്ത് പോലും വിജയിച്ചില്ല. പക്ഷേ ഗംഗാപുരയിൽ നിന്നും ഈ ജനാർദ്ദന റെഡ്ഡി വിജയിച്ച MLA ആകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടി പരാജയപ്പെട്ടു. പക്ഷേ അത് BJPയുടെ പരാജയത്തിനും കാരണമായി എന്നുള്ളതാണ്. ബെല്ലാരി അടങ്ങുന്ന ഈ കല്യാൺ കർണാടക മേഖലയിൽ ഇദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് BJPക്കും ആ ഒരു മേഖലയിൽ കൂടുതൽ സീറ്റുകൾ കുറയുവാൻ കാരണമായി. എന്തായാലും ഇപ്പോൾ വീണ്ടും G. ജനാർദ്ദൻ റെഡ്ഡി എന്ന അതിശക്തനായ വ്യവസായിയും അതോടൊപ്പം തന്നെ കല്യാൺ കർണാടക മേഖലയിൽ പ്രത്യേകിച്ച് ബെല്ലാരി അതോടൊപ്പം തന്നെ വിജയനഗര തുടങ്ങിയ ബെൽറ്റുകളിലൊക്കെ നിർണായക സ്വാധീനമുള്ള G. ജനാർദ്ദന റെഡ്ഡി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് BJPയിലേക്ക് എത്തുന്നു. അദ്ദേഹം രൂപീകരിച്ച കല്യാണ രാജ്യ പ്രകൃതിപക്ഷ എന്ന പാർട്ടിയെ BJPയിലേക്ക് ലയിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനാർദ്ദന റെഡ്ഡിയും തിരിച്ച് BJPയിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ റെഡ്ഡി ബ്രദേഴ്സ് എന്ന് പറയുന്ന 3 റെഡ്ഡി സഹോദരങ്ങളും ഇപ്പോൾ BJPക്കൊപ്പമാണ്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകയിൽ BJPക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ് ജനാർദ്ദന റെഡ്ഡിയുടെ ഇപ്പോഴത്തെ ഈ ഒരു BJPയിലേക്കുള്ള തിരിച്ചുള്ള മടക്കം. തീർച്ചയായും ഗൗതം, ഈ കർണാടകയിൽ കൂടുതൽ കരുത്ത് പകരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ബെല്ലാരി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നിസ്സംശയം പറയേണ്ടി വരും അല്ലേ? അത് തന്നെയാണ് അനു. അതായത് ആ ഒരു ബെൽറ്റിൽ ഇദ്ദേഹത്തിന്റെ സഹോദരന്മാർക്കും വലിയ സ്വാധീനമുണ്ട്. കാരണം ഇവര് വ്യവസായികൾ എന്നതിലുപരി സജീവ പൊതുപ്രവർത്തകരാണ്. അതായത് 99 സുഷമ സ്വരാജ് ഒക്കെ ആ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാലഘട്ടം, അതായത് അന്ന് നമുക്കറിയാം 98 അവിടെ സോണിയാഗാന്ധി ഈ ബെല്ലാരി ലോക്സഭയിൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് സുഷമ സ്വരാജ് അവിടേക്ക് മത്സരിക്കാൻ എത്തുന്നത്. പിന്നീട് സുഷമ സ്വരാജ് 99 അവിടെ മത്സരിക്കുമ്പോഴൊക്കെ സുഷമ സ്വരാജിന്റെ അനുയായികളായാണ് ഈ റെഡ്ഡി ബ്രദേഴ്സ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയ രംഗത്തേക്കും എത്തുന്നത്. അതിനുശേഷം പിന്നീട് നമുക്കറിയാം അവിടെ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ BJP കർണാടകയിൽ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ അതിന് ചുക്കാൻ പിടിച്ചത് ഈ ജനാർദ്ദന റെഡ്ഡിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായിട്ടുള്ള കരുണാകര റെഡ്ഡി, സോമശേഖര റെഡ്ഡി തുടങ്ങിയവരെല്ലാം അതിൽ വലിയ പങ്കുകൾ വഹിച്ചിരുന്നു. പിന്നീട് യെദ്യൂരപ്പ സർക്കാർ താഴെ പോയതിനു ശേഷം നമുക്കറിയാം വീണ്ടും അവിടെ കോൺഗ്രസിന്റെ ഭരണം വന്നു. ആ ഒരു ഘട്ടത്തിലൊക്കെയാണ് ജനാർദ്ദൻ റെഡ്ഡി
BJP-യിൽ നിന്നും കുറച്ച് അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴും അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ BJP-ക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇദ്ദേഹം പുതിയ പാർട്ടി തന്നെ രൂപീകരിച്ചത് കർണാടകയിലെ ഈ ബെല്ലാരി, അതോടൊപ്പം തന്നെ വിജയനഗര തുടങ്ങിയ ഈ ബെൽറ്റുകളിൽ, പ്രത്യേകിച്ച് കല്യാൺ കർണാടക റീജിയണിൽ BJP-യുടെ സീറ്റുകൾ കുറയാൻ, അല്ലെങ്കിൽ BJP-ക്ക് അവിടെ പരാജയത്തിന് വഴിവെച്ച ഒരു കാരണം ഈ ജനാർദ്ദന റെഡ്ഡി പുതിയ രാഷ്ട്രീയ പാർട്ടി കല്യാണ രാജ്യ പ്രകൃതിപക്ഷ രൂപീകരിച്ചതാണ്. കാരണം BJP അനുകൂല വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കർണാടകയിലെ 28-ൽ 28 സീറ്റുമാണ് NDA അവിടെ ലക്ഷ്യമിടുന്നത്. BJP മുഴുവൻ സീറ്റുകളും ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28-ൽ 25 സീറ്റുകളിലും അവിടെ BJP വിജയിച്ചിരുന്നു. ഈ തവണ 3 സീറ്റുകൾ ജനതാദൾ സെക്കുലറിന് നൽകിക്കൊണ്ട് 28ഉം തൂത്തുവാരാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ബെല്ലാരി മേഖലയിലെ നിർണായക ശക്തിയായിട്ടുള്ള വ്യവസായി കൂടിയായിട്ടുള്ള ജനാർദ്ദന റെഡ്ഡി ഇപ്പോൾ BJP-യിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. തീർച്ചയായും ബെല്ലാരി ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി വി ശ്രീരാമുലുവാണ്. അദ്ദേഹത്തിന്റെ വിജയമാണ് ഇതോടൊപ്പം ഉറപ്പായിരിക്കുന്നത്. മാത്രമല്ല, കർണാടക സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായൊരു മാറ്റം കൊണ്ടുവരും. BJP സംബന്ധിച്ചിടത്തോളം കരുത്തുമാണ്. ജനാർദ്ദന റെഡ്ഡി വീണ്ടും BJP-യിൽ ചേർന്നിരിക്കുന്നു.